അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് പള്ളിക്കാട്ടിൽ ഓരോ ഖബറും പൊളിക്കുന്നതിന് മുമ്പ് ആ ഖബറിന്റെ ചാര വെച്ച് റബ്ബിനോട് നീ നിന്റെ ആഗ്രഹം പറയണം, അല്ലാ ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ നീ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങള് സന്തോഷമായി. കാരണം ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ അറിയണമല്ലോ. അതിന്റെ അകത്ത് നടക്കുന്ന എന്താണ് അത്ഭുതങ്ങള്, അതിന്റെ അകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങള് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന് ആ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവർ ഒരു മൺവെട്ടി, ഒരു പിക്കാസയും എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിക്കാട്ടിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ കടന്നു ചെല്ലുകയാ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുണ്ടല്ലോ, അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന് ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ഒരു പിക്കാസയായി കടന്നു ചെല്ലുകയാ. ആദ്യത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ, കാണിച്ചു തരണേ അല്ലാ. അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ. മഹാനാകുന്ന ഉർവത്ത്, മഹാനാകുന്ന പടച്ചവരെ, ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പിക്കാസ എടുത്തുകൊണ്ട് ഖബറദാ വെട്ടുകയാ. പടച്ചവനെ മണ്ണിങ്ങനെ വാരുകയാ, പടച്ചവനെ മണ്ണിങ്ങനെ നീൽക്കുകയാ, പടച്ചവനെ മൂടുപലകയതാ മാറ്റുകയാ. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്. ഖബറദാ പൊളിക്കുമ്പോ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ ആ ഖബറിലേക്ക് നോക്കുമ്പോ ഖബറിൽ കിടക്കുന്ന ജനാസയുടെ തലയുണ്ടല്ലോ, പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിക്കിടക്കുകയാ. ചെറുപ്പക്കാരനതാ ഖബറിലേക്ക് ഇറങ്ങുകയാ. ആ ജനാസയുടെ തലയുണ്ടല്ലോ, ജനാസയുടെ പെരടിയുണ്ടല്ലോ പടച്ചവരെ കഅബയുടെ ഭാഗത്തേക്കതാ, കിബിലയുടെ ഭാഗത്തേക്കതാ തിരിച്ചു വെക്കുകയാ. തലയതാ വെക്കുമ്പോ തലയെന്റെ പ്രിയമുള്ളവരെ വീണ്ടും അതാ തെറ്റുകയാ, കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ. ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ വീണ്ടും ആ ജനാസയുടെ പിരടിയുണ്ടല്ലോ കിബിലയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ തിരിച്ചു വെക്കുകയാ. ആ സമയത്തതാ പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ, മാറുകയാ. ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാ, ഇതെന്തുകൊണ്ടാണ് പടച്ചവരെ? ഖബറിന്റെ അകത്ത് കിടക്കുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ജനാസയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് ഈ പിരടിയതാ മാറാന് കാരണമെന്താ? ഒരു അശരീരി കടന്നു വരികയാ ചെറുപ്പക്കാരന്റെ ഭാഗത്തേക്ക്. എന്റെ പ്രിയമുള്ളവര്, ഒരു അശരീരി കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, അതാരെന്നറിയോ, അതാരെന്നറിയോ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരാത്തവരാ, അത് നിസാരമാക്കിയവരാ. പടച്ചവന്റെ സംസാരമുണ്ടല്ലോ, നമസ്കാരമുണ്ടല്ലോ, ഇബാദത്തിനെയുണ്ടല്ലോ അവഗണിച്ചവരാ. ആ ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവര് ഖബറുണ്ടല്ലോ മൂടുകയാ. രണ്ടാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ പടച്ചവരെ. എന്നിട്ടാ ഖബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ജനാസയുടെ അത്ഭുതങ്ങള് നരകത്തിന്റെ അദാബാണോ, സ്വർഗത്തിന്റെ പ്രതിഫലമാണോ, നന്മയുടെ പ്രതിഫലമാണോ, മലക്കുകളുടെ പൊരുത്തമുള്ള ഖബറാണോ? അറിയിച്ചു തരണേ അല്ലോ, അറിയിച്ചു തരണേ അല്ലോ.
പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ, പടച്ചവരെ കബർ പൊളിക്കുകയാ. എന്നിട്ടാ മൂടുപലക മാറ്റുമ്പോ സുബ്ഹാനല്ലോ സുബ്ഹാനല്ലോ ഒരു ജനാസയുടെ പ്രിയമുള്ളവരെ കബറിന്റെ അകത്തുണ്ടല്ലോ ഒട്ടിക്കിടക്കുകയാ. പടച്ചവനെ ജനാസയതാ മണ്ണിലേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കുകയാ. ആ ജനാസയുടെ തലയില്, ജനാസയുടെ കൈകളില്, ജനാസയുടെ കാലുകളില്, ജനാസയുടെ ഗുഹ്യഭാഗത്ത് പടച്ചവനെ സബാനിയാക്കളാകുന്ന മലക്കുകളുണ്ടല്ലോ, നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ. നരകത്തിൽ നിന്നതാ ഒരാണി കൊണ്ടുവരികയാ. ജനാസയുടെ കൈകളിലേക്ക്, ജനാസയുടെ കാലുകളിലേക്ക്, ജനാസയുടെ ഗുഹ്യഭാഗത്തേക്ക്, ജനാസയുടെ കണ്ണുകളിലേക്ക് അടിച്ചു കയറ്റുകയാ, അടിച്ചു കയറ്റുകയാ. ജനാസയതാ കരയുകയാ. കബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ. ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അള്ളാനോട് ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്തുകൊണ്ടാണ് അല്ലാ കബറിന്റെ അകത്ത് നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് ഈ ജനാസയുടെ ശരീരത്തിലേക്ക് ആണികളുണ്ടല്ലോ അടക്കുന്നതെന്താ? ഒരു അശരീരിയത കടന്നു വരികയാ. ചെറുപ്പക്കാരനോട് പറയുകയാ, എന്തുകൊണ്ടെന്നറിയോ? അവൻ മൂത്രമൊഴിച്ചിട്ട് കഴുകാത്തവനാ, മൂത്രമൊഴിച്ചിട്ട് ശുദ്ധിയാക്കാത്തവനാ. ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, പാൻസ് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോകുന്നവരെ, നിങ്ങളതാ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോ പള്ളിയുടെ മൂത്രപ്പരയിലേക്ക് കയറുന്നവരാ, നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് മൂത്രമൊഴിക്കുന്നവരാ. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എണ്ണീക്കാൻ പാടില്ല. അത് മനോഹരമാകുന്ന രീതിയിൽ ശുദ്ധിയാക്കാതെ കടന്നു വന്നാൽ കബറിൽ കിടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് നിന്റെ ശരീരത്തിലേക്ക് ആണിയടിക്കുമെന്ന് പറയുകയാ. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് ദുആ ചെയ്യുകയാ, നീ പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. ആ കബറിന്റെ പ്രിയമുള്ളവരെ മൂടുകയാ. എന്നിട്ടതാ ഒരു മൂന്നാമത്തെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ. അതിനു മുമ്പ് പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഇത് മൂന്നാമത്തെ കബറാണ് അല്ലാ. ഈ കബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ. മൺവെട്ടിയതാ എടുക്കുകയാ. പടച്ചവനെ മണ്ണ് മാറ്റുകയാ. പടച്ചവനെ മൂടുപലക മാറ്റുകയാ. അതങ്ങു മാറ്റുമ്പോ കബറിന്റെ അകത്തതാ ഒരു തീജ്വാലയുണ്ടല്ലോ കടന്നു വരികയാ. അതാ പിന്നെ തീജ്വാലയാ, നരകത്തിന്റെ തീജ്വാലയാ, കത്തിജ്വലിക്കുന്ന തീജ്വാലയാ. ആ തീജ്വാലയുടെ അകത്ത് കിടന്നുകൊണ്ട് ജനാസയുടെ പ്രിയമുള്ളവരെ വേവുകയാ. അല്ലാഹുവേ ആ മയ്യത്ത് കിടന്നുകൊണ്ട് കരയുകയാ, എന്നെയൊന്ന് രക്ഷിക്കുമോ, എന്നെയൊന്ന് സഹായിക്കുമോ? ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. ഇതാരാണ് അല്ലാ, ഇതാരാണ് അല്ലാ? പടച്ചവനെ അദ്ദേഹം അതാ ദുആ ചെയ്യുമ്പോ ഒരു അശരീരി കടന്നു വരികയാ. അതാരെന്നറിയോ, അതാരെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ തീരെ നമസ്കരിക്കാത്തവരോ, നമസ്കാരങ്ങൾ ഒഴിവാക്കിയവരോ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് സുബഹിയുടെ സമയത്ത് ബാങ്ക് കൊടുക്കുകയാ. അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമുള്ളത് നമസ്കാരത്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് പോകാതെ നമസ്കരിക്കാതെ കിടക്കുന്നവരെ, ഭാര്യക്ക് ചുംബനം കൊടുക്കുന്നവരെ, പുതപ്പിന്റെ അടിയിൽ AC ഓണാക്കിയിട്ട് തണുപ്പത്ത് കർണാടകയുടെ വീടിന്റെ ഉള്ളറയില് കിടക്കുന്നവരെ, നിന്റെ കബറിലേക്ക് ഒരു തീജ്വാല വരികയാ. നിന്നെ അതാ
കത്തിക്കുകയാ. അദ്ദേഹം ആ ഖബർ മൂടുകയാ. നാലാമത്തെ ഖബറിന്റെ ചാര വരികയാ. പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാ ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ, എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ, എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ, ഒരു പിക്കാസ എടുത്തിട്ടു പടച്ചവനെ മൺവെട്ടി എടുത്തിട്ട് നാലാമത്തെ ഖബറിന്റെ മണ്ണുണ്ടല്ലോ മാറ്റുകയാ, ഒഴിവാക്കുകയാ. പടച്ചവനെ മൂടുപലക മാറ്റുമ്പോ ഖബറിലുണ്ടല്ലോ ജനാസയില്ല. ഖബറിന്റെ അകത്ത് കിടക്കുന്നതെന്താ? ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നിയാ. ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നി. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ ഖബറിന്റെ അകത്ത് പടച്ചവരെ കിടക്കുകയാ. ആ ചെറുപ്പക്കാരുണ്ടല്ലോ വിറങ്ങലിക്കുകയാ. പടച്ചവരെ, ഖിൻസീർ എന്ന് പറയുന്ന പന്നിയാണല്ലോ ഈ ജനാസയുണ്ടല്ലോ എന്നതാപാണ് ചെയ്തതല്ലാ. ഒരു ശരീരി കടന്നു വരികയാ. ഖബറിന്റെ അകത്ത് ഖിൻസീർ എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ, ഖിൻസീർ എന്ന് പറയുന്ന പന്നിയുണ്ടല്ലോ. കടന്നു വരുന്ന വിഭാഗമാരാ? കള്ളു കുടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, പാൻപരാഗ് വെക്കുന്നവരെ, കൂള് വെക്കുന്നവരെ, ഹാൻസ് വെക്കുന്നവരെ, കഞ്ചാവടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, ഹശീഷ് വെക്കുന്നവരെ, നാവിന്റെ അടിയിൽ സ്റ്റാമ്പ് വെക്കുന്നവരെ, കള്ളിനടിമയായവരെ, ഖബറിന്റെ അകത്തിന്റെ പ്രിയമുള്ളവര്, ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നിയുണ്ടല്ലോ നിനക്കു പകരമതാ കടന്നു വരികയാ. അദ്ദേഹം അതാ പേടിക്കുകയാ, പടച്ചവനെ വിറങ്ങലിക്കുകയാ. ഖബറിങ്ങനെ മൂടുകയാ. അഞ്ചാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവരെ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ, അല്ലാ ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങള് എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ, എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ. അദ്ദേഹം ആ ഖബർ പൊളിക്കുകയാ. പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ. മണ്ണിങ്ങനെ വാരി മാറ്റുകയാ. പടച്ചവനെ മൂടുപലക മാറ്റുകയാ. അല്ലാഹുവേ, അത്ഭുതപ്പെടുകയാ. ആ ചെറുപ്പക്കാരനാ ഖബറിലേക്ക് നോക്കുമ്പോ, അല്ലാഹുവേ, സ്വർഗത്തിന്റെ പരിമളമാ, സ്വർഗത്തിന്റെ ആസ്വാദനമാ, സ്വർഗത്തിന്റെ പൂന്തോട്ടമാ, സ്വർഗത്തിന്റെ സുഖങ്ങളാ, സ്വർഗത്തിന്റെ ആനന്ദമാ, സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളാ. ഖബറിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാ. അല്ലാഹുവോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, ഈ ഖബറിലുണ്ടല്ലോ അതാരാണ് അല്ലാ, അതാരാണ് അല്ലാ? ഒരു അശരീരിയതാ കടന്നു വരികയാ. നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ പഠിച്ചുകൊള്ളുക, നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരെ പഠിച്ചുകൊള്ളുക. ഖബറിന്റെ അകത്ത് നിന്ന് ആനന്ദം വരുന്ന, സ്വർഗത്തിന്റെ സുഖങ്ങൾ വരുന്ന, സ്വർഗത്തിന്റെ മണം വരുന്ന, സ്വർഗത്തിന്റെ ആസ്വാദനം വരുന്ന ഖബറിലെ വിഭാഗമാരാ? ആ ചെറുപ്പക്കാരനോട് ഒരു അശരീര് പറയുകയാ, ഹറാമു വലിച്ചവരോ, തിന്മകളിൽ നിന്ന് മാറി നിന്നവരോ, പെണ്ണുപിടിയിൽ നിന്ന് മാറി നിന്നവരാ, കള്ളുകുടിയിൽ നിന്ന് മാറി നിന്നവരാ. ഉസ്താദേ, എനിക്കിന്നി തിന്മകൾ വേണ്ട, എനിക്കിന്നി ഹറാമുകൾ വേണ്ട, എനിക്കിന്നി ലഹരി വേണ്ട, എനിക്കിന്നി അദാബുകൾ വേണ്ട, എനിക്കിന്നി MDMA വേണ്ട, എനിക്കിന്നി സ്റ്റാമ്പ് വേണ്ട, എനിക്കിന്നി കൂള് വേണ്ട, എനിക്കിന്നി ലഹരി വേണ്ട, എനിക്കിന്നി പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഒരു നിയമമുണ്ടല്ലോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാ? ഹറാമിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഉമർ തങ്ങൾ മാറി നിന്നതുപോലെ, സൽമാൻ തങ്ങൾ മാറി നിന്നതുപോലെ, ഉസ്മാൻ തങ്ങൾ മാറി നിന്നതുപോലെ, അലിയാർ തങ്ങൾ മാറി നിന്നതുപോലെ, അസദുല്ലാഹ് ഹംസ തങ്ങൾ മാറി നിന്നതുപോലെ ആരെങ്കിലും ഒരാൾ തിന്മകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഖബറിലുണ്ടല്ലോ സ്വർഗത്തിന്റെ പരിമളമാ, സ്വർഗത്തിന്റെ ആസ്വാദനമാ.
അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇന്നത്തെ രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ നാളെ രാവിലെ എന്റെ പ്രിയമുള്ളവരെ കർണാടകയുടെ പള്ളിക്കാട്ടിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് പടച്ചവരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഖിൻസീർ എന്ന പന്നി വരാൻ പാടില്ല, അദാബിന്റെ മലക്കുകൾ വരാൻ പാടില്ല, പെരടി തെറ്റാൻ പാടില്ല. അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവരെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലോ, കബൂലാക്കണേ അല്ലോ.